നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. സമർപ്പിച്ച 11 പത്രികകളും അംഗീകരിച്ചു. പിൻവലിക്കുവാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ച. BJP നിർണായക ശക്തിയല്ലാത്ത കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തെറ്റായ സൂചനയാണ് നൽകുന്നതെന്ന് CPI ദേശീയ സെക്രട്ടറിയും രാജ്യസഭാ MPയുമായ ബിനോയ് വിശ്വം. തെക്കുള്ള ശത്രുവിനെ അടിക്കുവാൻ വടക്ക് കൈയോങ്ങുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നതെന്നും ബിനോയ് വിശ്വം. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് വിദ്യാനഗർ ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. NA നെല്ലിക്കുന്നി MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നേതാവും ചന്ദ്രിക ദിനപത്രം കാഞ്ഞങ്ങാട് ലേഖകനുമായ P. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ അന്തരിച്ചു. മുസ്ലിം ലീഗിനായി അഹോരാത്രം പ്രവർത്തിച്ച നേതാവാണ് മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. വോർക്കാടി ഗ്രാമപഞ്ചായത്തിന് അഭിമാന നേട്ടം. തൊഴിലുറപ്പ് പരിപാടിയിലൂടെ 2,62,67,080 രൂപ ചെലവഴിച്ച പഞ്ചായത്തിന് ജില്ലയിൽ 2ാം സ്ഥാനം. ഫ്രാക് ഹോർട്ടിക്കൾച്ചറൽ ഫോറം ജലസാക്ഷരതാ സെമിനാറും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു. ജലസാക്ഷരത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിന്റെ ഭാഗമായായിരുന്നു പരിപാടി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് RSP യുണൈറ്റഡ് സംസ്ഥാന നേതാക്കൾ. കേരളത്തിൽ ഇടത് വലതു മുന്നണികൾ രാഷ്ട്രീയ ധാരണയോടെ പ്രവർത്തിക്കുന്നതെന്നും RSP യുണൈറ്റഡ് നേതാക്കൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 11 പേരാണ് മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചത്. എല്ലാ പത്രികകളും അംഗീകരിച്ചു. പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ്. അതിനുശേഷം മണ്ഡലത്തിലെ അന്തിമ ചിത്രം വ്യക്തമാകും. LDF സ്ഥാനാർത്ഥികളായി KP സതീഷ് ചന്ദ്രൻ, CH കുഞ്ഞമ്പു, BJP സ്ഥാനാർത്ഥികളായി രവീശ തന്ത്രി, സഞ്ജീവ ശെട്ടി, ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥിയായി ബഷീർ TK, UDF സ്ഥാനാർത്ഥിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ, അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥിയായി ഗോവിന്ദൻ B, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി K നരേന്ദ്രകുമാർ, R രമേശൻ, രണദിവൻ R, K സജി എന്നിവരാണ് പത്രികകൾ സമർപ്പിച്ചത്. ഇവർ മൊത്തം 19 സെറ്റ് പത്രികകൾ സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം മാത്രം 5 പേർ പത്രിക സമർപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച രാവിലെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം എല്ലാ പത്രികകളും സ്വീകരിച്ചു. ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബു സൂക്ഷ്മ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പത്രികകൾ പിൻവലിക്കുവാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ്. അതിനുശേഷം മാത്രമേ മണ്ഡലത്തിലെ അന്തിമ ചിത്രം വ്യക്തമാകുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് KCN. BJP നിർണായക ശക്തിയല്ലാത്ത കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തെറ്റായ സൂചനയാണ് നൽകുന്നതെന്ന് CPI ദേശീയ സെക്രട്ടറിയും രാജ്യസഭാ MPയുമായ ബിനോയ് വിശ്വം. BJPക്ക് ശക്തിയുള്ള കർണാടകയിൽ രാഹുൽ മത്സരിച്ചിരുന്നുവെങ്കിൽ അത് അംഗീകരിക്കാം. തെക്കുള്ള ശത്രുവിനെ അടിക്കുവാൻ വടക്ക് കയ്യോങ്ങുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നതെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. കാസർഗോഡ് പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് BJPക്ക് ശക്തമായ അടിത്തറയില്ലാത്ത കേരളത്തിലല്ല, ദക്ഷിണേന്ത്യയിലുമല്ല, വടക്കേ ഇന്ത്യയിലാണ്. ദക്ഷിണേന്ത്യയുടെ സംസ്കാരം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നം BJPയും RSSും സംഘപരിവാറുമാണ്. അവർ മത്സരിക്കുന്നിടത്താണ് രാഹുൽ മത്സരിക്കേണ്ടിയിരുന്നത്. BJP ഇല്ലാത്ത മണ്ഡലത്തിൽ മത്സരിക്കുന്നത് തെക്കുള്ള ശത്രുവിനെ അടിക്കാൻ വടക്ക് കയ്യോങ്ങുന്നത് പോലെയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ശത്രുവുള്ളത് അവിടെയാണ്, രാഹുൽ ഗാന്ധി അടിക്കുന്നത് ഇവിടെയാണ്. ഇത് പാഴായി പോകുന്ന അടിയാണ്. BJPയുടെ സാംസ്കാരിക അധിനിവേശത്തെ തോൽപ്പിക്കാനും BJPയുടെ രാഷ്ട്രീയത്തെ എതിരിടുവാനും വേണ്ടി BJP ഇല്ലാത്ത മത്സരിക്കാത്ത വയനാട്ടിലേക്ക് വരുമ്പോൾ തെക്കുള്ള ശത്രുവിനെ അടിക്കുവാൻ വേണ്ടി വടക്ക് കൈയൊങ്ങുന്ന ഒരു വ്യക്തതക്കുറവുകളാണ് എന്ന് ഞാൻ പറയുന്നു. കോൺഗ്രസ് ഈ വഴിക്ക് പോയി പല സ്ഥലങ്ങളിലും ശത്രുവാര് മിത്രമാര് എന്നറിയാനുള്ള അതിൻ്റെ സ്ഥലജല വിഭ്രാന്തി മൂലം BJPയുടെ ഒരു രണ്ടാം നിര ആകാനുള്ള വാസനയെ കാണിക്കുന്നു. അദ്വാനി കഴിഞ്ഞ ദിവസം ഉന്നയിച്ച കാര്യങ്ങൾ നരേന്ദ്രമോദിക്കുള്ള താക്കീതാണ്.
മോദി രാഷ്ട്രീയത്തിന് മേൽ ഉയർത്തുന്ന വെല്ലുവിളിയായി അതിനെ കാണണം. കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി കാണണമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ഈ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞയച്ച ആൾക്കാർ അവിടെയും ഇവിടെയൊക്കെ പിടിച്ചു എന്ന് പറയുന്ന പണമുണ്ടല്ലോ, ആ പണം ഒരു വലിയ 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 മഞ്ഞുമലയുടെ മുകളിൽ കാണുന്ന ഒരു ചെറിയ മുന മാത്രമാണ്. ഇതൊന്നുമല്ല ഒഴുകുന്ന കള്ളപ്പണത്തിൻ്റെ അളവെന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നു. കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ BJP ജയിക്കുമോ എന്ന ചോദ്യത്തിന് കാക്ക മലർന്നു പറക്കുമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TA ഷാഫി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി പത്മേഷ് സ്വാഗതം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിലും T കൃഷ്ണനും ഒപ്പമുണ്ടായിരുന്നു. ദീർഘകാലം ചന്ദ്രിക ലേഖകനായിരുന്ന മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടെ വിയോഗത്തിൽ അനുശോചിച്ചു. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് വിദ്യാനഗർ ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. NA നെല്ലിക്കുന്ന് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 7 ഭാഷകളുള്ള നാടാണ് ഇന്ത്യ. 7 ഭാഷകൾ മാത്രമല്ല, 7ലധികം ഭാഷകളിലൂടെ സംസാരിക്കപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. സപ്തഭാഷാ സംഗമഭൂമി. അപ്പോൾ ഇത് ഇന്ത്യയിലെ ഒരു റെപ്ലിക്ക, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത ഒരു പ്രത്യേകത ഇന്ത്യ രാജ്യത്തിനുണ്ട്. ഇത്രമാത്രം ഭാഷകളും ഇത്രമാത്രം ജാതികളും ഇത്രമാത്രം വർണ്ണങ്ങളും വർഗങ്ങളും ഒക്കെയുള്ള ഒരു രാജ്യം ലോകത്ത് ഇന്ത്യയില്ലാതെ വേറെ നമുക്ക് കാണാൻ സാധിക്കും. P ബാലസുബ്രഹ്മണ്യൻ സമ്മേളന സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷത വഹിച്ചു. ചെറുകഥാകൃത്ത് വിനോയ് തോമസ് മുഖ്യാതിഥിയായിരുന്നു. സുനിൽ കുമാർ, ഗംഗാധരൻ മഞ്ചാളത്ത്, പ്രഭാകരൻ, പ്രദീപൻ അഗസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ സമ്മേളനവും നടന്നു. സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ഡെസ്ക് KCN. മുസ്ലിം ലീഗ് നേതാവും ചന്ദ്രിക ദിനപത്രം കാഞ്ഞങ്ങാട് ലേഖകനുമായ P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ അന്തരിച്ചു. മുസ്ലിം ലീഗിനായി അഹോരാത്രം പ്രവർത്തിച്ച നേതാവാണ് മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും ചന്ദ്രിക ദിനപത്രത്തിന്റെ കാഞ്ഞങ്ങാട് ലേഖകനുമായ P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. മാധ്യമപ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ദീർഘകാലം കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനിലൂടെ പൊതുരംഗത്തേക്ക് വന്ന മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ കണ്ണൂർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1982 ഉദുമ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ആദ്യകാല മുസ്ലിം ലീഗ് നേതാവ് PK യൂസഫിന്റെയും അതിഞ്ഞാൽ കല്യാൽ ആയിസുവിന്റെയും മകനാണ്. ചിത്താരി AUP സ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ചന്ദ്രിക ദിനപത്രത്തിന്റെ കാഞ്ഞങ്ങാട് ലേഖകനായും സേവനമനുഷ്ഠിച്ചു. ദീർഘകാലം കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിന്റെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടെ വേർപാടിൽ അനുശോചനമറിയിക്കാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ എത്തി. മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടെ വേർപാട് മുസ്ലിം ലീഗിന് തീരാ നഷ്ടമാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ഞങ്ങളുടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പഴയകാല കമ്മിറ്റിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനത്തെ ഒരു വിഷമം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങലിനാണ് നിർണ്ണയിച്ചു. പക്ഷേ നിർഭാഗ്യവശാലെന്ന് എനിക്ക് ചേരാൻ പറ്റിയില്ല. അപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ യൂത്ത് ലീഗിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അഹോരാത്രം പരിശോധിക്കാൻ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം ഞങ്ങൾക്കിവിടെ അധികം പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പരിപാടികളുണ്ടാവും ഗണ്യക്രമമായി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനമാണ്. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഖബറടക്കം അതിഞ്ഞാൽ ജുമാ മസ്ജിദിൽ നടന്നു. തൊഴിലുറപ്പ് പരിപാടിയിലൂടെ 2,62,67,080 രൂപ ചിലവഴിച്ച് വോർക്കാടി ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ജില്ലയിലെ 38 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും 2018-2019 വർഷങ്ങളിലാണ് വോർക്കാടി ഗ്രാമപഞ്ചായത്ത് ഈ അഭിമാന നേട്ടം കൈവരിച്ചത്. 68,750 തൊഴിൽ ദിനങ്ങൾ ഉപയോഗിച്ച് 1.6 കിലോമീറ്റർ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതുൾപ്പെടെ 4,04,62,567 രൂപ മെറ്റീരിയൽ വർക്കിങ്ങിന് വിനിയോഗിച്ചുമാണ് വോർക്കാടി ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടം സ്വന്തമാക്കിയത്.
ഭരണസമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും വൊർക്കാടി ഗ്രാമപഞ്ചായത്തിന്റെ അക്ഷീണ പ്രയത്നത്തിലൂടെയുമാണ് ഈ നേട്ടം കൈവരിക്കുവാനായതെന്ന് വൊർക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മജീദ് വൊർക്കാടി പറഞ്ഞു. വികസന ഫണ്ട് 3,26,61,000 രൂപയുടെ പദ്ധതികൾ മുഴുവനായും നമുക്ക് ഈ മാർച്ച് 31 കൂടി ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 68,750 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത്രയും വർക്ക് തൊഴിലുറപ്പിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ തൊഴിൽ നികുതി, വസ്തുനികുതി, വാടക അടക്കം 100% പ്രാവശ്യം നമുക്ക് കളക്ഷൻ ഗ്രാമപഞ്ചായത്ത് നേടിയിട്ടുണ്ട്. ഉൽപാദനം, സേവന, പശ്ചാത്തല മേഖലകളിൽ 100% ചെലവ് പുരോഗതി കൈവരിക്കുവാൻ കഴിഞ്ഞത് നിർവഹണ ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും നിതാന്ത ജാഗ്രത മൂലമാണ്. തൊഴിൽ നികുതി, D&O ലൈസൻസ്, സ്റ്റാൾ റെന്റ്, കെട്ടിട നികുതി എന്നിവ 100% പിരിച്ചാണ് പഞ്ചായത്ത് ചരിത്ര നേട്ടം കൈവരിച്ചത്. ഈ നേട്ടത്തിന് സഹായിച്ച നിർവഹണ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ, സഹകാരികൾ എന്നിവർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മജീദ് വോർക്കാടി നന്ദി അറിയിച്ചു. ഫ്രാഗ് ഹോർട്ടിക്കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ ജലസാക്ഷരതാ സെമിനാറും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു. പൊള്ളുന്ന വേനൽ കേരളത്തെ കടുത്ത കുടിവെള്ളക്ഷാമത്തിലേക്ക് എത്തിച്ച സാഹചര്യത്തിൽ ജലസാക്ഷരത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് സെമിനാറും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചത്. മഴ കുറവാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ തുടങ്ങിയിട്ട്, മഴ കുറവെന്ന് പറയുന്ന ആദ്യം ഒരു കമൻറ്റ് തുടങ്ങിയിട്ടാണ് കമൻറ്റുകൾ മുമ്പ് പോകുന്നത്. പക്ഷെ നമ്മൾ ചോദിക്കാതിരിക്കുന്ന ഒരു ചോദ്യം എന്താ പറഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനൊരു ദുരവസ്ഥ വരാൻ നമ്മൾ എന്ത് ചെയ്തു? ആ ചോദ്യം ഓപ്പൺ മൈൻഡോട് ചോദിച്ചിട്ട് വിശകലനം ചെയ്താൽ ഒരു സാധാരണ മനുഷ്യന് പോലും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇത്. നമ്മൾ രാജസ്ഥാനിൽ മാത്രം കേട്ട കുറേ ദുരിതങ്ങൾ, 40 ലിറ്റേഴ്സ് പെർ ഡേയിൽ രാജസ്ഥാനിൽ കുളിച്ച വെള്ളം പശുക്കൾക്ക് കൊടുക്കുന്നു, നമ്മൾ ചിത്രം കണ്ടിട്ടുണ്ട്. ഇന്ന് രാജസ്ഥാൻ കാണാൻ രാജസ്ഥാനിൽ പോണ്ട, കാസർഗോഡിലും രാജസ്ഥാൻ കാണുന്ന കണ്ടുണ്ടെങ്കിൽ. ജലസംരക്ഷണത്തിന് ശാസ്ത്രീയവും വ്യക്തവുമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ജലാശയങ്ങൾ സംരക്ഷിക്കുവാനും ജലസ്രോതസ്സുകളുടെ നവീകരണവും ശുദ്ധീകരണവും ഉറപ്പാക്കുവാനും അനിയന്ത്രിതമായ ജലചൂഷണം ഇല്ലാതാക്കുവാനും ജലസാക്ഷരത ആർജിക്കണമെന്ന മുദ്രാവാക്യമാണ് ഫ്രാഗ് ഹോർട്ടിക്കൾച്ചർ ഫോറം മുന്നോട്ട് വെക്കുന്നത്. പരിപാടിയിൽ KV മണികണ്ഠദാസ് രചിച്ച ജലഗീതം ശ്രീലക്ഷ്മി MG ആലപിച്ചു. മേലെ തട്ടിൻ പുറത്തെന്തു ഘോഷം, മേഘം തട്ടിത്തുളുമ്പുന്ന നാദം. എഴുത്തുകാരനും ഗ്രാഫിക് നോവലിസ്റ്റുമായ KA ഗഫൂർ ചിത്രപ്രദർശനം പരിചയപ്പെടുത്തി. രാജേന്ദ്രൻ പുല്ലൂരിന്റെ വെള്ളത്തിന്റെ പേരിൽ സീരീസിലെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. വാട്ടർ ജേർണലിസ്റ്റോ ശ്രീപഡ് റേ, കൊച്ചി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് വകുപ്പ് മേധാവി ഡോക്ടർ മനോജ് P സാമുവേൽ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിച്ചു. ഫ്രാഗ് പ്രസിഡന്റ് GB വത്സൻ അധ്യക്ഷത വഹിച്ചു. ഫ്രാഗ് ജനറൽ സെക്രട്ടറി M പത്മാക്ഷൻ, ഫ്രാഗ് ഹോർട്ടിക്കൾച്ചറൽ ഫോറം കൺവീനർ K പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് RSP യുണൈറ്റഡ് സംസ്ഥാന നേതാക്കൾ. കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ രാഷ്ട്രീയ ധാരണയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും RSP യുണൈറ്റഡ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കേരളത്തിൽ നടക്കുന്നത് LDFന്റെ കിരാത ഭരണമാണ്. ആദിവാസി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ LDFന് സാധിച്ചിട്ടില്ല. പല പദ്ധതികളും പൂർത്തീകരിക്കുവാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. കേരളത്തിൽ UDFും LDFും ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാൻ, കർഷകരുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ, അവർക്കൊരു ആശ്വാസ നടപടി ഉണ്ടാക്കാൻ ഒന്നിനും സാധിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. മാത്രമല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ ഏക പണി കേന്ദ്രത്തെ കുറ്റം പറയുക, നരേന്ദ്രമോദിയെ കുറ്റം പറയുക എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും ചെയ്യാതെ കേന്ദ്ര പദ്ധതികളിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഈ കേരളത്തിലെ സർക്കാർ ഒരു ശാപമാണെന്നും കൂടി ഈ ഘട്ടത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന, പ്രതികരിക്കുന്നവരെ തീവ്രവാദികളാക്കി മാറ്റുന്ന, പ്രതികരിക്കുന്നവരെ വെടിവെച്ചു കൊല്ലുന്ന ഒരു സമീപനം കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഇത് കിരാതമായ ഒരു ഭരണമാണ് എന്ന് ഞങ്ങൾ വിലയിരുത്തപ്പെടുകയാണ്. കേരളത്തിൽ
ഒരു മൂന്നാമതൊരു ശക്തി വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് RSP യുണൈറ്റഡ് പാർട്ടി ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. RSP യുണൈറ്റഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VD ബിൻഡോ, ജില്ലാ സെക്രട്ടറി T കുഞ്ഞിരാമൻ, M വിജയൻ, K കൃഷ്ണനുണ്ണി, ജോമറ്റ് ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിക്കുമെന്ന് KPCC ന്യൂനപക്ഷ സെൽ ജില്ലാ വൈസ് ചെയർമാൻ ഹബീബ് ബണ്ടിച്ചാൽ. വാർത്താ സമ്മേളനത്തിലാണ് ഹബീബ് ബണ്ടിച്ചാൽ ഇക്കാര്യം അറിയിച്ചത്. ജില്ലയിൽ ന്യൂനപക്ഷ സെൽ പ്രവർത്തിക്കുവാൻ DCC പിന്തുണ നൽകുന്നില്ലെന്നും ഘടകകക്ഷികളുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നും ആരോപിച്ച് ഹബീബ് ബണ്ടിച്ചാൽ LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന നേതാക്കളും DCC പ്രസിഡന്റും വാക്കാൽ ഉറപ്പ് തന്നതിനാൽ പാർട്ടിക്കൊപ്പം നിൽക്കുകയാണെന്ന് ഹബീബ് വ്യക്തമാക്കി. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വിജയത്തിന് വേണ്ടി ഞാനും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹപാഠികളും എൻ്റെ പാർട്ടി പ്രവർത്തകരും എന്നാൽ കഴിയുന്ന പാർട്ടി പ്രവർത്തകരും കൂടി ഞങ്ങൾ തീരുമാനമെടുക്കുന്നു, വിജയത്തിന് വേണ്ടി തീരുമാനമെടുക്കുന്നു എന്നുള്ള കാര്യം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഞാൻ സ്വന്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് എടുക്കാൻ തീരുമാനമെടുക്കുന്നു എന്നാണ്, എടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അടിയന്തരമായ KPCCയുടെയും ഞങ്ങളുടെ വിഷയങ്ങൾ KPCC മറിഞ്ഞുകൊണ്ട് DCCയും അതുകൊണ്ട് അടിയന്തരമായി ഇടപെട്ട് അതിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരുവിധം താൽക്കാലികമായി വാക്കുകൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രതികരണം തരേണ്ടത് ബഹുമാന്യനായ DCC പ്രസിഡന്റാണ്, ഹക്കീം കുന്നിലാണ് ഇതിൻ്റെ പ്രതികരണം തരേണ്ടത്. CM നഗർ ചിനാല ചിഗുറുപാതയിൽ പ്രവർത്തിച്ചു വരുന്ന ദാറുൻ നജാത്ത് എഡ്യൂക്കേഷൻ സെന്റർ 9ാം വാർഷിക മഹാസമ്മേളനത്തിന് തുടക്കമായി. ജുമുഅ നിസ്കാരത്തിന് ശേഷം ദാറുൻ നജാത്ത് സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ പോക്കർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. സയ്യിദ് ഹബീബ് റഹ്മാൻ ഇരിക്കൂർ, അബ്ദുൽ ഖാദർ സഖാഫി, സയ്യിദ് മുഹമ്മദ് ആറ്റക്കോയ തങ്ങൾ മാണിമൂല, സയ്യിദ് ഉമ്മർ തങ്ങൾ ദുർഗിപ്പല്ല, ഖാദർ മുസ്ലിയാർ ഇരട്ടിപ്പദവ്, ഹുസൈൻ മുസ്ലിയാർ അദ്യന്തരക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ദാറുൻ നജാത്ത് ദർസ് സ്റ്റുഡൻസിന്റെ ബുർദ മജ്ലിസ് നടന്നു. സ്വലാത്ത് മജ്ലിസ് മുഹമ്മദ് അലി സുഫിയാൻ അൽജിഫ്രി തങ്ങൾ സുബൈക്കട്ടെ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ആറ്റക്കോയ തങ്ങൾ മാണിമൂല കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഞ്ചേശ്വരം റേഞ്ച് ഗ്രാവിറ്റി ശനിയാഴ്ച രാവിലെ മഞ്ചേശ്വരം CI ദിനേശ് AV ഉദ്ഘാടനം ചെയ്യും. സിദ്ദിഖ് ഹസനി തർക്കാസ് അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം നടക്കുന്ന മഹല്ല് സംഗമം മുഹമ്മദ് ജലാലുദ്ദീൻ അൽപുകാരി മൽഹർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന ജലാലിയ റാത്തീബിൽ സിദ്ദിഖ് സഖാഫി ആവളം ഉദ്ബോധന പ്രസംഗം നടത്തും. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഭട്ടിപ്പദവ് നേതൃത്വം നൽകും. ജലാലുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ മലപ്പുറം കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പ് PR ഷെട്ടിക്കുളൂർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം KS ആറ്റക്കോയ തങ്ങൾ പഞ്ചിക്കൽ ഉദ്ഘാടനം ചെയ്യും. ഷാഫി പാക്കവി ചാലിയം മുഖ്യ പ്രഭാഷണം നടത്തും. സയ്യിദ് ഉമർ അസക്കാഫ് തങ്ങൾ മൻസർകൂട്ട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. തുടർന്ന് വേദിയിൽ ആദരക്കൽ ചടങ്ങും നടക്കും. രാവിലെ 9 മണിക്ക് മഞ്ചേശ്വര SJM മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. മഹത്തായ പരിപാടിയിൽ മഞ്ചേശ്വരം CI ഉദ്ഘാടനം ചെയ്യുകയാണ്. നാളെ രാത്രി ജലാലിയ റാത്തിബും മറ്റന്ന് ഞായറാഴ്ച സമാപന സമ്മേളനത്തിന് മുമ്പായി മെഡിക്കൽ ക്യാമ്പും ഉച്ചക്ക് 11 മണിക്ക് അജ്മീർ ആണ്ട് നേർച്ചയും രാത്രി 7 മണിയോടുകൂടി സമാപന പരിപാടി നടക്കുകയാണ്. മഹത്തായ പരിപാടിയിൽ എല്ലാവരുടെയും എല്ലാ നിലക്കുള്ള സാന്നിധ്യവും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCN. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. സമർപ്പിച്ച 11 പത്രികകളും അംഗീകരിച്ചു. പിൻവലിക്കുവാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ച. BJP നിർണായക ശക്തിയല്ലാത്ത കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തെറ്റായ സൂചനയാണ് നൽകുന്നതെന്ന് CPI ദേശീയ സെക്രട്ടറിയും രാജ്യസഭാ MP-യുമായ ബിനോയ് വിശ്വം. തെക്കുള്ള ശത്രുവിനെ അടിക്കുവാൻ വടക്ക് കൈയോങ്ങുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നതെന്നും ബിനോയ് വിശ്വം. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് വിദ്യാനഗർ ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. NA നെല്ലിക്കുന്നി MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
മുസ്ലിം ലീഗ് നേതാവും ചന്ദ്രിക ദിനപത്രം കാഞ്ഞങ്ങാട് ലേഖകനുമായ പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ അന്തരിച്ചു. മുസ്ലിം ലീഗിനായി അഹോരാത്രം പ്രവർത്തിച്ച നേതാവാണ് മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. വോർക്കാടി ഗ്രാമപഞ്ചായത്തിന് അഭിമാന നേട്ടം. തൊഴിലുറപ്പ് പരിപാടിയിലൂടെ 2,62,67,080 രൂപ ചെലവഴിച്ച പഞ്ചായത്തിന് ജില്ലയിൽ 2ാം സ്ഥാനം. ഫ്രാക് ഹോർട്ടിക്കൾച്ചറൽ ഫോറം ജലസാക്ഷരതാ സെമിനാറും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു. ജലസാക്ഷരത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിന്റെ ഭാഗമായായിരുന്നു പരിപാടി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് RSP യുണൈറ്റഡ് സംസ്ഥാന നേതാക്കൾ. കേരളത്തിൽ ഇടത് വലതു മുന്നണികൾ രാഷ്ട്രീയ ധാരണയോടെ പ്രവർത്തിക്കുന്നതെന്നും RSP യുണൈറ്റഡ് നേതാക്കൾ. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.